മീഡിയ ഞാൻ ബ്ലെയിം ചെയ്ത് പറയല്ല. ഗൗരി കൃഷ്ണ സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാൻ വന്നേക്കുന്നത്. കുറച്ച് നാൾ മുമ്പ് ഇവർ ഡിവോഴ്സ് ആണെന്നും പറഞ്ഞുള്ള വാർത്തയും കാര്യങ്ങളൊക്കെ കേൾക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു വർഷം മുമ്പ് ഞാനൊരു വീഡിയോയും കണ്ടിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡ് കൂടെ ഇല്ലെന്നൊക്കെ കുറേ മീഡിയക്കാർ ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളി ഒരു ആയിട്ടുള്ള തിരക്കുകളും കാര്യങ്ങളും ഉണ്ട്, അദ്ദേഹം ഒരു ഡയറക്ടറാണ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ പുള്ളി സംസാരിക്കാൻ ഭയങ്കര മിടിക്കുക ഈ പറയുന്ന ഗൗരി. പിന്നെ കല്യാണ സമയത്ത് ഒരു 3 വർഷം മുമ്പ് പുള്ളിയുടെ കല്യാണ സമയത്ത് നല്ല ട്രോളും കാര്യങ്ങളും പുള്ളി ഒരു ഏറ്റുവാങ്ങിയതാണ്. ആദ്യം അമ്പലത്തിൽ വെച്ചാണ് കല്യാണം കഴിച്ചതും താലി കെട്ടിയതെല്ലാം അവിടെ വെച്ചായിരുന്നു. പിന്നീട് അല്ലാതെ ഒരു ഓഡിറ്റോറിയം പോലെ ഫാമിലിയൊക്കെ ആയിട്ടുള്ള രീതിയിൽ. അപ്പോൾ പുള്ളിക്കാരെയാണ് അവിടുത്തെ കാര്യങ്ങളെല്ലാം മെയിനായിട്ടെല്ലാം സെറ്റ് ചെയ്യുകയൊക്കെ ചെയ്തത്. ഓക്കെ, അപ്പോൾ കല്യാണം താലി കിട്ടുന്ന സമയത്തെങ്ങാണ്ട് പുള്ളിക്കാരി ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അവിടുത്തെ ജനങ്ങൾ അങ്ങ് ഏറ്റെടുത്ത് പുള്ളിയെ നല്ല രീതിയിൽ അങ്ങ് സൈബർ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഇതൊരു 2002 കാര്യമാണ് ഈ പറയുന്നത്. ഞാൻ സൈബർ അറ്റാക്കും കാര്യങ്ങളൊക്കെ പുള്ളിയുടെ ലൈഫിൽ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ടായിരുന്നു. കല്യാണം അറിയാലോ, നമ്മളൊക്കെ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പം ആദ്യത്തെ ഒരു 1 വീക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര എക്സൈറ്റ്മെൻറ്റും ഭയങ്കര കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ. അതൊന്നും പുള്ളിക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പുള്ളിയുടെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നേരെ വാ നേരെ പോ. അത് എന്താ പറയണ്ടേ, ചില ആൾക്കാർക്ക് അവൾ ഷോ ആയിരിക്കാം, അതായിരിക്കാം, മറ്റേ ആയിരിക്കാം. ഞാനൊരു കാര്യം പറയും, പണ്ടുള്ള സ്ത്രീകളൊക്കെ ആണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വീട്ടിൽ വരുമ്പോൾ അടുക്കളയുടെ പുറകെ വശത്ത് ഇങ്ങനെ ഇരുന്ന് നോക്കുന്ന മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇപ്പോഴത്തെ ശരിക്കും മാറിയിട്ടുണ്ട്. ഇപ്പോൾ എന്തുണ്ടെങ്കിലും ഇക്വാലിറ്റി ഒരു കാര്യമുണ്ട്. എന്ത് കാര്യത്തിലാണെങ്കിൽ പോലും സ്ത്രീകൾ മുന്നിട്ട് നിൽക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ. ഇപ്പോൾ എല്ലാ കാര്യത്തിലാണെങ്കിലും അവരാണെങ്കിലും വന്ന് ബോൾഡായിട്ട്. ഇപ്പോൾ ഞാനൊരു കാര്യം പറയാം, ഞാൻ എൻ്റെ 9th പഠിക്കുന്ന സമയത്താണ് അമ്മ ഈ ഒരു വീട് ഒറ്റയ്ക്കാണ് സെറ്റ് ചെയ്തത്. പ്ലാനിങ്ങും കാര്യങ്ങളെല്ലാം പുള്ളി പറയുന്ന പോലെയൊക്കെ തന്നെ അമ്മയുടെ ഐഡിയ വെച്ച് സെറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇപ്പോഴത്തെ എല്ലാ കാലത്തിലെ ആൾക്കാരൊക്കെ ആണെങ്കിൽ സ്ത്രീകൾ മുന്നിട്ട് നിന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സന്തോഷമൊക്കെ തന്നെയാണ്. അപ്പോൾ ഇവർ അന്ന് ട്രോള് മേടിച്ചു. ഇന്ന് അവരുടെ ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു മാച്ചോണ്. അത് ഞാനത് കണ്ടപ്പോൾ എന്താ പറയണ്ടേ, എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാനപ്പോൾ പറയാം. എന്തായാലും നമുക്ക് അന്നത്തെ ഒരു വീഡിയോ ഞാൻ വെച്ചുതരാം, കല്യാണ സമയത്തെ ആ ഒരു വീഡിയോ നിങ്ങളെന്ന് കണ്ടിട്ടാ. പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരെല്ലാവരും ഒന്ന് സബ് ചെയ്തേക്കാം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും കൊടുത്തേ പറ്റത്തുള്ളൂ. ലൈക്കും തരിക, ഒരു ഹൈപ്പും കൂടെ കാച്ചിക്കോ. ഫേസ്ബുക്കിൽ കാണുന്നവരൊന്ന് ഫോളോ ചെയ്തു, ചാനൽ സബും കൂടെ ചെയ്തു. ഈ ഒരു എക്സ്പ്രഷനാണ് ആൾക്കാർക്ക് ഭയങ്കരമായിട്ട്. അവിടെ അഹങ്കാരം, അവിടെ പട്ടിഷോ, അവിടെ എന്താണ് അവൾ എന്നൊക്കെയുള്ള രീതിയിലൊക്കെ കുറേ ആൾക്കാരുടെ സംസാരം അറിയാമല്ലോ. ഓക്കെ, ഓക്കെ, ഇതൊക്കെ തന്നെ. അവളുള്ള മുക്കുമണ്ടമൊക്കെ ഇട്ടുകൊണ്ടാണെന്നോ അങ്ങനെ കുറച്ച് കമൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, സ്വർണ്ണമാല, അതൊക്കെയാണ് നാട്ടുകാരുടെ പരാതിയും കാര്യങ്ങളൊക്കെ തന്നെ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാർ ഫുഡ് കഴിക്കാൻ പോയപ്പോഴും ക്യാമറമാന്മാർ വന്നപ്പോഴും പുള്ളി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതും വിവാദമായിരുന്നു. കണ്ടില്ലേ, ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് മീഡിയക്കാരും കുറേ ഇളകിയിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരിയെ നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിലിട്ട് കുറേ എണ്ണം അങ്ങ് വറുത്ത് വിട്ടെന്ന് വേണമെങ്കിൽ പറയാം. പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ നാട് അങ്ങനെ ആയിപ്പോയി. ഇപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ അവിടെ ഷോ ഓഫ് കണ്ടില്ലേ, നിൻ്റെയൊക്കെ ബന്ധം എന്തെങ്കിലുമൊക്കെ നിലനിൽക്കോടി എന്നൊക്കെയുള്ളതായിരുന്നു അന്നത്തെ കമൻറ്റ് ബോക്സ് മൊത്തം നിറഞ്ഞുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്തത്. ഓക്കെ, എന്തായാലും നമുക്കിനി ബാക്കി ഇനി 1 വർഷം മുമ്പുള്ളൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡിനെ കാണുന്നില്ലല്ലോ കൂടെ എന്നുള്ള രീതിയിൽ. അപ്പോൾ അതിനുള്ള മറുപടി പുള്ളിക്കാരി കൊടുത്തത് ഞാനൊന്ന് വെച്ചുതരാം. പിന്നെ പറയുന്നത് വീഡിയോസിൽ മനോജേട്ടനെ കാണുന്നില്ല. മനോജേട്ടൻ ഡയറക്ടറാണ്. 16 to 17 days he's completely going for shoot. രാവിലെ 6:00 പോയാൽ 11:30 വരുന്നത്. ആ സമയത്ത് ചിലപ്പോൾ ഞാൻ ഉറങ്ങിപ്പോകും. പിന്നെ കാണുന്നത് ഒരു 3-4 days ആണ് പുള്ളിയെ നമുക്ക് കിട്ടുന്നത്. ആ 3-4 days എനിക്ക് വ്ലോഗ് എടുത്തോണ്ടിരിക്കുക, ഞങ്ങൾ ലൈഫ് എൻജോയ് ചെയ്യും. ഇതൊക്കെയാണ് ഇതിന്റെ ബേസിക് ആയിട്ട്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഈ കുറച്ച്. ഓക്കെ, അപ്പം അന്ന് ഈ വീഡിയോ ഒക്കെ കണ്ട ആൾക്കാർ തന്നെ ഇപ്പോൾ വന്ന് കമൻറ്റ് ഇടുന്നുണ്ട്. 3 മാസം മുമ്പിട്ടൊരു കമൻറ്റ് എന്ന് വെച്ചാൽ ഡിവോഴ്സ് ആയതിനു ശേഷം കാണുന്നവരുണ്ടോ, അത് സ്ഥിരം പരിപാടിയാണല്ലോ ആൾക്കാരുടെ. ഓക്കെ, എന്തായാലും ഇന്നലെ കൊടുത്ത ഇൻ്റർവ്യൂ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ്. എന്ത് തോന്നുന്നുള്ള രീതിയിൽ.
ഇപ്പം കുറേ ആൾക്കാർ വരും, നിനക്കൊക്കെ നാണവന്മാനോ ഇല്ലടേ വല്ലവൻ്റെ കണ്ടന്റ് എടുത്തിട്ട് ഇങ്ങനെ ഇത് ചെയ്യാനാ. എടാ നിനക്കൊക്കെ എൻ്റെ വീഡിയോസൊക്കെ ഓപ്പൺ ചെയ്ത് എൻ്റെ കമൻറ്റ് ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് നിനക്കൊക്കെ കമൻറ്റ് ഇടാമെങ്കിൽ എനിക്ക് വീഡിയോ ചെയ്തൊന്നും പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നീ ഒന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും വൃത്തിയായിട്ട ഒരു രീതിയിൽ വീഡിയോ ഇടുന്ന ചെയ്യുന്ന എൻ്റെയൊക്കെ കമൻറ്റ് ബോക്സ് ഇരുന്ന് വായിക്കാനും അതേ കമൻറ്റ് ഇടാനും രസിക്കാനൊക്കെ നിനക്കൊക്കെ ചൊറിച്ചിലാണെങ്കിൽ അപ്പോൾ എനിക്ക് എന്തുമാത്രമൊക്കെ കാണും. ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല, ഞാൻ വെക്കാം. മോശമായിട്ട് ഔട്ട്പുട്ട് കൊടുത്തിട്ടുണ്ട്, എസ്പെഷ്യലി എന്റെ മാരേജിന്റെ സമയത്ത്. അത് എന്നെ സീരിയസ്ലി എന്നെ ഒരുപാട് അഫക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ പറയും മീഡിയ അവർക്ക് റീച്ചിന് വേണ്ടി ചെയ്യുന്നതായിരിക്കാം. കാരണം എന്നെ പേഴ്സണലി അറിയാവുന്ന ഒരാൾ പോലും അങ്ങനെ ഒരു അഹങ്കാരി എന്ന് പറഞ്ഞില്ല. ബോൾഡ്, ഡെഫിനറ്റ്ലി എന്റെ ബോൾഡ് വുമൺ. പക്ഷെ ബോൾഡ്നെസ്സും അഹങ്കാരം തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. പക്ഷെ ചില വ്യക്തികൾക്ക് ഈ ബോൾഡ്നെസ് അഹങ്കാരമായിട്ടാണ് തോന്നുന്നത്. അഹങ്കാരം എന്ന് പറയുന്നത് നമ്മൾ ഒരാളെ ഹേർട്ട് ചെയ്താലോ നമ്മൾ ഒരാളോട് ധിക്കാരം പറഞ്ഞാലോ, എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ അന്ന് കല്യാണത്തിന്റെ അന്ന് കാണിച്ച റെസ്പോൺസിബിലിറ്റിയാണ് എല്ലാരും ഇവളാരാ ഇതെല്ലാത്തിലും ഇടപെടാൻ, ഇവളാര അഹങ്കാരി. സത്യം ചില ലിറ്ററലി ഞാൻ അങ്ങനെയൊന്നും ഞാൻ തളരത്തില്ല. എന്ത് പറഞ്ഞാലും എനിക്കൊരു വിഷയമില്ലാത്ത ഒരാളാണ്. അല്ല, അത് ഓരോരുത്തരും ഇതാണ്. ഇപ്പം എൻ്റെ ഒരു കല്യാണമാണെങ്കിൽ ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് വരുവാണെങ്കിൽ എൻ്റെ ക്യാരക്ടർ വെച്ച് നോക്കുവാണെങ്കിൽ ഞാൻ ആ സ്റ്റേജിൽ നിൽക്കത്തില്ല. എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇരി. ഇപ്പോൾ പെണ്ണിൻ്റെ സ്ഥലത്താണെങ്കിലും ശരി. കാരണം എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഞാൻ കൂടുതലും ഇത് ഇമ്പോർട്ടൻസ് കൊടുക്കും. ഞാൻ അങ്ങനെ ഒരു ക്യാരക്ടറാണ്. ചില ആൾക്കാർക്ക് അക്സെപ്റ്റ് പോലും ചെയ്യാൻ പറ്റത്തില്ല. പറഞ്ഞു മനസ്സിലായോ? ഇപ്പോൾ എൻ്റെ ചേട്ടൻ്റെ കല്യാണ സമയത്ത് ഏട്ടത്തിയുടെ വീട്ടിലായ സമയത്ത് ആ ഓഡിറ്റോറിയം നിൽക്കുമ്പം എല്ലാവരും ചെക്കൻ്റെ വീട്ടുകാരെല്ലാവരും ചെക്കനും ചെക്കൻ്റെ ഫാമിലി എല്ലാവരും കൂടെ സ്റ്റേജിൽ കാണണമല്ലോ. തൊഴുന്ന ഒരു ചടങ്ങുണ്ടല്ലോ. ഞാൻ ഏറ്റവും അമ്മയും അച്ഛനും എല്ലാവരും ഇങ്ങനെ തൊഴുതു നിൽക്കുമ്പോഴും ഞാൻ പിന്നീട് ഓടിച്ചെന്ന്. കാരണം എൻ്റെ കൂടെ വന്ന ആൾക്കാരെ എല്ലാവരും സേഫായിട്ടിരുത്തുക, അവരെ ഭദ്രമായിട്ടിരുത്തുക. അതങ്ങനെയാണ്. അതിപ്പം എൻ്റെ കല്യാണമാണെങ്കിൽ പോലും ഞാനും അങ്ങനെയൊക്കെ ചെയ്യത്തുള്ളൂ. ആ ഒരു കാര്യത്തിൽ ഇവർ പറയുന്നത് കറക്റ്റ് കാര്യമാണ്. അത് ഓരോരുത്തരുടെ രീതിയാണ്. ചില ആൾക്കാരൊക്കെ വെയിറ്റിട്ടിടും. എല്ലാവരും ഒരു വിചാരം എന്ന് വെച്ചാൽ എൻ്റെ പുരുഷൻ ഭയങ്കര ഇതാണ്, സ്മാർട്ടാണ്, ആവശ്യമുള്ള കാര്യത്തിലേ സംസാരിക്കത്തുള്ളൂ. ഞാനൊരു കാര്യം പറയാം. ഇപ്പം ഞാനിപ്പോൾ ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞു, എന്തെങ്കിലും വൈഫിനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു എവിടെയെങ്കിലും പോകണമെങ്കിൽ ഞാനായിരിക്കും ചിലപ്പോൾ കുക്ക് ചെയ്യുന്നത്, എൻ്റെ വീട് ക്ലീൻ ചെയ്യുന്നത് ഞാനാണ്. എല്ലാം എനിക്കിതൊക്കെ പറയാൻ ഒരു നാണോ മാനോ ഒന്നുമില്ല. ബിക്കോസ് എന്താ പറയണ്ടേ, നമ്മളെന്താണ് എങ്ങനെയാണ് അത് നാട്ടുകാരെ ബോധിപ്പിക്കേണ്ട ഒരിതല്ല. അടിച്ചു പൊളിച്ച് ജീവിക്കാൻ ഉള്ള അവസരം ദൈവം തന്നിട്ടുണ്ട്. അത് നല്ല രീതിയിൽ ചെയ്യുക. പിന്നെ അത് മാത്രമല്ല, ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. ഉള്ള കാര്യം ഉള്ള പോലെ തുറന്ന് പറയുകയും ചെയ്യുക. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നത് നല്ല കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതിന് നെഗറ്റീവ് പറയുന്ന ആൾക്കാരെ ഇഗ്നോർ ചെയ്ത് വിടണം. അവർക്ക് എന്നെ അറിയില്ലല്ലോ. പക്ഷെ ആ ഒരു സമയം ലിറ്ററലി എന്റെ കല്യാണം കഴിഞ്ഞുള്ള ഒരു 2-3-4 ഡേയ്സ് എല്ലാവരുടെയും ലൈഫിൽ ഓർത്തിരിക്കേണ്ട ഒരു ദിവസം. പക്ഷെ എനിക്ക് അതുപോലെ സന്തോഷിക്കാൻ പറ്റില്ല. അത് പിന്നെ അങ്ങനെയാണല്ലോ. കാരണം അത്യാവശ്യം സീരിയലിൽ ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. അപ്പം എല്ലാവരും സീരിയലിനെ കാണുന്ന ക്യാരക്ടറാണെന്ന് വിചാരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അതേ ആൾ തന്നെ കല്യാണ സമയത്ത് ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ ഈ പെണ്ണ് ഇങ്ങനത്തെ അവളാണോ, ഇവളെക്കുറിച്ച് ഇങ്ങനെയല്ല വിചാരിച്ച് അമ്മാതിരി കമന്റ് ഇടുന്ന ടീംസുകളൊക്കെ ഉണ്ട്. സൈബർ ആക്രമണങ്ങളാണ് കേട്ടോ. സീരിയസ് സെലിബ്രിറ്റി ആവുമ്പോൾ നമ്മളൊരു ഫേക്ക് പേഴ്സണാലിറ്റി ആവണം അറ്റ് ടൈംസ് എന്നപ്പോ തോന്നുന്നുണ്ടോ? ഉറപ്പായിട്ടും അല്ലേ? ഉറപ്പായിട്ടും. എനിക്കറിയാം എന്നേക്കാൾ വളരെ അഹങ്കാരികളായിട്ടുള്ള പലരും വളരെ നല്ല ഇമേജിലാവും. ഞാൻ ഒരിക്കലും എനിക്കൊരു കുറച്ചൊരു ബോധം വന്നപ്പോൾ ഞാൻ ഒരാളെയും ഹേർട്ട് ചെയ്യാത്ത ഒരാളാണ്. ഞാൻ ചെയ്യുന്ന ഒരു കാര്യം ഞാൻ ചിന്തിക്കുന്നത് ഇവർ മറ്റൊരാളെ ഹേർട്ട് ചെയ്യുമോ എന്ന് ഞാൻ ചിന്തിക്കുന്ന ഒരാളാണ്. എന്റെ വർക്ക് ചെയ്ത ഒരാളും പോലും പറയുമെന്ന് എനിക്കറിയില്ല ഞാൻ അഹങ്കാരിയാണ്. എന്നെ പേഴ്സണലി അറിയാവുന്ന ഒരാൾ പോലും പറയത്തില്ല. ഞാൻ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് ഏതെങ്കിലും ഒരു മൂലയ്ക്കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യ സ്ത്രീയാണ്. പക്ഷെ അന്ന് എനിക്ക് മനസ്സിലായി കുറച്ച് സ്ഥലങ്ങളിലൊക്കെ നമ്മളായിട്ട്. പക്ഷെ എനിക്ക് എന്നെ കൊണ്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് റിയലായിട്ട് നിൽക്കുക എന്നുള്ള അല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. സ്റ്റിൽ എനിക്ക് പറ്റില്ല. മറ്റുള്ളവരുടെ ഒരു പീപ്പിൾ പ്ലീസർ അല്ല. മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തി അവർക്ക് വേണ്ടിയിട്ട് ജീവിക്കാൻ പറ്റൂല. ഞാൻ അവരെ ഉപദ്രവിക്കില്ല. അവരെ ഇഷ്ടത്തിന് ഞാൻ ജീവിക്കാൻ വിടും. പക്ഷെ എനിക്ക് എന്റെ ഇഷ്ടങ്ങൾക്ക് ജീവിക്കണം. അത് എനിക്ക് മസ്റ്റാണ്. അത് നല്ലൊരു കാര്യങ്ങൾ തന്നെയല്ലേ? അത് നല്ല കാര്യങ്ങളല്ലേ? നമ്മൾ ഭൂമിയിൽ ജനിച്ചത് നമ്മുടെ സ്വാതന്ത്ര്യത്തിനൊക്കെ വേണ്ടി തന്നെയാണ്. പിന്നെ കുറേ ആൾക്കാർ വരും, പെണ്ണുങ്ങൾ കെട്ടിക്കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ അടങ്ങി ഒതുങ്ങിയിരിക്കണമെന്നൊക്കെ കുറേ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഞാൻ ഒരു കാര്യം പറയാം, ആർക്കൊരു ദോഷവും ഇല്ലാതെ പോയാലോ ഒരു വിഷയമില്ല. ആർക്കും ഒരു ദോഷമോ കാര്യങ്ങളോ ഇല്ലാതെ. കാരണം എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ആണുങ്ങളെ കൊണ്ടൊന്നും ചെയ്യാനൊന്നും പറ്റത്തൊന്നുമല്ല. ചില കാര്യങ്ങൾ പെണ്ണുങ്ങളെ കൊണ്ടാണ് കൂടുതലായിട്ട് ഇതും. ഇപ്പോഴത്തെ ആൾക്കാരാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം, ഇപ്പോഴത്തെ ജനറേഷനിലെ പെൺപിള്ളേരാണ് എല്ലാ കാര്യത്തിലും സ്മാർട്ടായിട്ട് തന്നെ നിൽക്കണം. കാരണം കാലം അതുപോലെ മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം മിണ്ടാപ്പൂച്ച പോലെ ഇരുന്ന് കഴിഞ്ഞാൽ തലയിൽ കയറി നിരക്കുന്ന ഒരു കാലമാണിപ്പം. അവർ ഈ പറയുന്നത് കറക്റ്റ് കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. റീസെന്റ് ഒരു കോമന്റ് ഞാൻ കണ്ടതാണ്. ഞാനൊരു സെറ്റും മുണ്ട് ഉടുത്തൊരു വീഡിയോ ഇട്ടപ്പോൾ അതിനകത്ത് എന്ത് സുന്ദരിയാണെന്നൊരു ചേച്ചി കമന്റ് ഇട്ടിരിക്കുന്നു. അതിന്റെ താഴെ ഒരു സ്ത്രീ എഴുതിയിരിക്കുന്നതാണ്, എന്ത് സൗന്ദര്യവും വിദ്യാഭ്യാസവും ഉണ്ടായിട്ട് എന്ത് കാര്യം, ഭർത്താവ് പോയില്ലേന്ന്. അതുകൊണ്ട് ഇത് എങ്ങനെ വരും? സീരിയസ്ലി ആ കോമന്റില് ഞാനൊരു സ്ത്രീ ആണ്. അതാണ് വിവരമില്ലായ്മ എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് വിവരദോഷികളുണ്ട് ഈ നാട്ടിൽ. എന്റെയൊക്കെ കമന്റ് ബോക്സിലൊക്കെ വന്ന് എഴുതുന്ന കുറെ ആൾക്കാരുണ്ട്, ഇവളൊന്നും ചത്തുപോയില്ലേ
എന്ന് ചോദിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. കാരണം എന്താണ്, അവരുടെ ലോകം അതായിപ്പോയി കാണും. കാരണം അവിടെയൊക്കെ തന്തയും തള്ളയും ഒക്കെ പഠിപ്പിച്ചു വിടുന്നതല്ലേ അതൊക്കെ വന്ന് വിളമ്പത്തുള്ളൂ. അത് പറഞ്ഞിട്ട് കാര്യമില്ല. റോഡിൽ കിടന്ന് പട്ടി കുറയ്ക്കുന്നതിന് ആനയ്ക്ക് എന്താ കാര്യം? ആ ഒരു മൈൻഡ് സെറ്റിലാവണം. എന്ത് കാര്യം, കുടുംബം തകർന്നില്ലേ? എനിക്കത് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഒരാളുടെ ലൈഫ് എങ്ങനെയാണ്, ഇപ്പൊ കല്യാണം എന്ന് പറയുന്നത് ജീവിതത്തിലെ ജസ്റ്റ് പാർട്ടാണ്, അല്ലാതെ അതാണ് ജീവിതം എന്ന് വിശ്വസിക്കുന്നിടത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരാൾ വന്നു, അത് ഓക്കെ ആയില്ല, അത് നമ്മൾ വേണ്ടാന്ന് വെച്ച് ഞാൻ അതിന് തിരിച്ചു വന്നു. അവിടെ എങ്ങനെ എന്റെ ലൈഫ് തകർന്നു. ലിറ്ററലി വെരി ഹാപ്പി ആവും. അവിടെ എങ്ങനെയാണ് എന്റെ ലൈഫ് തകർന്നു? അതായത് ആ ഒരു കല്യാണം എന്ന് ബ്രേക്ക് ആയത് കൊണ്ട് അവർ പറയുന്നത് ഇനി എനിക്ക് എന്ത് സൗന്ദര്യം ഉണ്ടായിട്ട് എന്ത് കാര്യം, അവർ തീരുമാനിച്ചു എന്റെ ലൈഫ് ഇവിടെ തീർന്നു. ഞാനൊരു കാര്യം പറയാം, ആരും ഒന്നും വിചാരിക്കുകയൊന്നും ചെയ്യരുത്. ഈ പെണ്ണുങ്ങളുടെ മുട്ടിന്റെ താഴെയും പൊക്കിളിന്റെ താഴെ ഒരു സംഭവമുണ്ട്. അത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് ഒരു വാല്യൂ ഇല്ലെന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട്. അതിനോടൊന്നും എനിക്ക് യോജിപ്പോ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന് നിങ്ങൾക്ക് കോമൺ സെൻസ് ഉള്ളവർക്ക് മനസ്സിലായി കാണുമായിരിക്കും. മുട്ടിന് മേലെയും പൊക്കളുടെ താഴെ എന്താ ഉള്ളതെന്നും പറഞ്ഞിട്ട് ഓപ്പണായിട്ട് പറഞ്ഞ വെർജിനിറ്റി. അത് പോയി കഴിഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് ഒരു ഇതും ഇല്ല. അവൾമാർ പോയി എന്താ ഒരുത്തം കൊണ്ടേ കളഞ്ഞെന്ന് പറയും. അങ്ങനെ കുറേ ആൾക്കാർ. അത് വിവരദോഷമാണെന്ന് ഞാൻ പറയത്തുള്ളൂ. എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ ഈ പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ അവർക്ക് ഇനിയും ലൈഫ് കിടപ്പുണ്ട്. കാരണം ഈ ഡയലോഗ് അടിക്കുന്ന അവന്മാരൊക്കെ 10ഉം 15ഉം അവൾമാരൊക്കെ എടുത്ത് പോയി വലിയ ഡയലോഗ് അടിക്കുന്നത്. ഞാനൊരു കാര്യം, പെണ്ണ് പോയാൽ കുഴപ്പം, ആണ് പോയാൽ കുഴപ്പമില്ലെന്ന് പറയുന്ന ഒരു സിസ്റ്റം. ഓക്കെ, എന്ന് വെച്ചാൽ പെണ്ണുങ്ങളെ ഞാൻ എന്താ പറയുക പ്രോത്സാഹിപ്പിക്കുന്നില്ല. തെറ്റായിട്ട് അങ്ങനെ പോവുകയാണെങ്കിൽ, ഒരാളുള്ള സമയത്ത് വേറൊരുത്തിൻ്റെ പോകണമെങ്കിൽ തെറ്റൊക്കെ തന്നെയാണ്. പിന്നെ ഒരു പെണ്ണ് കല്യാണം ഡിവോഴ്സ് ആയി കഴിഞ്ഞ് വീട്ടിൽ വന്നിരുന്നു കഴിഞ്ഞാൽ അവിടെ ലൈഫ് പോയെന്ന് പറയുന്നത് ഒരിതാണ്. ഈ ലോകത്ത് എന്താ ഡിവോഴ്സ് നടക്കാത്തതാണോ? ചില തന്തയും തള്ളന്മാരൊക്കെ ഉണ്ട്. നാണക്കേട് വിചാരിച്ചിട്ട് മക്കളെ എവിടെ നിർത്തും? മോളെ എവിടെ നിർത്ത്, അയൽക്കാരെ നോക്കണ്ടേയാണ്, ഇങ്ങനെ നോക്കണ്ടേണെന്നൊക്കെ പറയും. പോട്ടുപോലും നമ്മുടെ ലൈഫ് ഒന്നേ ഉള്ളൂ. ചില നല്ല തന്തയും തള്ളന്മാരും ഒക്കെ ഉണ്ട്. മോളെ നിനക്കത് വേണ്ടെങ്കിൽ നീ ഇനി വാടി. ഇപ്പം എൻ്റെ ഒരു കുഞ്ഞാണ് അങ്ങനെ ഒരു ഇതാണെങ്കിൽ ഞാൻ വിളിച്ചുകൊണ്ട് കൊണ്ടുവരും. കാരണം ഇത്രയൊക്കെ വളർത്തിക്കൊണ്ട് പോകാൻ എനിക്ക് നാട്ടുകാരെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ മോടെ സന്തോഷമാണ് ഞാൻ നോക്കുന്നത്. അതുപോലെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുക. ഞാൻ ഇത് മൊത്തം കണ്ടിട്ടാണ് കേട്ടോ ഞാൻ ഇവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്. ഓക്കെ, ഇവരുടെ സംസാരവും കാര്യങ്ങളൊക്കെ കേൾക്കും ചില ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. ബട്ട് എനിക്കൊരു ലൈഫില്ല, പക്ഷെ ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കുന്നുണ്ട്, എനിക്ക് ഇഷ്ടമുള്ള പാഷൻ ചെയ്യുന്നുണ്ട്, ഞാൻ ട്രിപ്പ് പോകുന്നുണ്ട്. ഇവിടെ എവിടെയാണ് ഞാൻ ജീവിക്കാതിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ചേച്ചി. എനിക്ക് ലിറ്ററലി ചേട്ടന് ചിരി വരും, സഹതാപം തോന്നും. പിന്നെ ഞാൻ ആലോചിക്കുന്നത് അവർക്ക് തിരിച്ചറിവ് ഉണ്ടാവാതിരിക്കട്ടെ അവരുടെ മരണം വരെ. കാരണം കുറച്ചുനാൾ കഴിഞ്ഞിട്ടാണ് ഈ തിരിച്ചറിവ് അവർക്ക് വരുന്നെങ്കിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. തീർന്നു, ലൈഫ് തീർന്നു. അല്ല, ഞാൻ എപ്പോഴും ഇപ്പൊ ചിന്തിക്കുന്നത് ദൈവമേ അവർക്ക് ആ തിരിച്ചറിവ് കിട്ടാണ്ടിരിക്കട്ടെ. അതാണ് എന്റെ പ്രാർത്ഥന. ഇങ്ങനെ ഈ ഒരു പ്രഷറിൽ ഒരുപാട് ഏതൊരു സ്ത്രീയുടെ ആണെങ്കിലും ഏതൊരു പുരുഷന്റെ ആണെങ്കിലും കല്യാണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഓരോന്നും പ്രതീക്ഷയോടെ നമ്മളെല്ലാവരും ഒരുപാട് പ്രതീക്ഷകളോടെയാണ് നമ്മൾ അതിലേക്ക് വരുന്നത്, അല്ലെ? പക്ഷെ ദൈവം അത് ഈ പറയുന്ന പോലെ തന്നെ ചിലർക്ക് അത് നല്ല ഫ്രൂട്ട്ഫുൾ ആയിട്ട് നല്ല രീതിയിൽ പോവാം, ചിലർക്ക് നമുക്കത് ശരിയായി എന്ന് തോന്നില്ല. എപ്പോഴും എല്ലാം ചേർത്ത് വെക്കുമ്പോൾ ഒരേപോലെ തന്നെ എല്ലാം നല്ല രീതിയിൽ വരണമെന്നില്ല. പരസ്പരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാനിച്ചുകൊണ്ട് നമ്മൾ അവിടെ നിന്നും സെപ്പറേറ്റ് ആവും. അത് ഓരോ വ്യക്തികളുടെയും അഭിപ്രായങ്ങളാണ്. ആ അഭിപ്രായം എടുക്കാൻ പോലും സ്വാതന്ത്ര്യമില്ല പലപ്പോഴും സെലിബ്രിറ്റി ആയി കഴിയുമ്പോൾ. കറക്റ്റ്, സത്യം അല്ലെ? 100% കറക്റ്റ്. ഞാനൊരു ഡിസിഷൻ എടുത്തപ്പോ എല്ലാവരും എന്നോട് പറഞ്ഞു എന്താ അറിയോ, ഒന്നുകൂടെ റീതിങ്ക് ചെയ്യണം, നീ ഒരു സെലിബ്രിറ്റിയാണ്, ഇത് മീഡിയ ആഘോഷിക്കും. ഓൾറെഡി മറ്റേ കല്യാണത്തിന് അഹങ്കാര പട്ടം കിട്ടിയിട്ടുണ്ട്. ഇവരുടെ അഹങ്കാരം കണ്ടപ്പോഴേ നമ്മൾ വിചാരിച്ചു. പക്ഷെ എനിക്ക് എന്റെ മനസ്സാക്ഷിക്ക് എല്ലാത്തിനും ഉപരി എന്റെ പേരൻസിനും ഈശ്വരനും അറിയാം പ്ലേസ്മെന്റ് എന്താണെന്ന്. മനസ്സിലായി എനിക്കത്. ഇവരെ ഇന്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് കുറെ കാര്യങ്ങൾ അങ്ങോട്ട് വ്യക്തമായിട്ടുണ്ടായിരുന്നു. സംതിങ് റോങ് ആ വ്യക്തിയിലെ എനിക്ക് തോന്നി. ഇവർ ചില സംസാരിക്കുന്നത് തോന്നിയായിരിക്കാം പുള്ളി ഒന്നിൽ നിൽക്കുന്ന ഒരു ടൈപ്പ് അല്ലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. മേഡത്തിന്റെ ഫുൾ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് ഞാൻ ഈ പറയുക ചെയ്തത്. ഒന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിയല്ലെന്നാണ് എനിക്ക് തോന്നിയത് പേഴ്സണല. ഓക്കെ, എന്തായാലും ന്യായം നിങ്ങളുടെ ഭാഗത്താണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇനി അദ്ദേഹം എന്തെങ്കിലും പറയുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ വീഡിയോ ആയിട്ട് വരട്ടെ. പക്ഷെ ഇത് ഓരോ കാര്യങ്ങൾ ഇത്ര കോൺഫിഡൻസോട് സംസാരിക്കുമ്പോഴാണെങ്കിൽ പോലും എനിക്ക് മനസ്സിലായ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. വേണമെങ്കിൽ എനിക്ക് ഒരു പ്രയോജനവും ഇല്ലാത്ത കുറച്ച് പേര് കമന്റ് ഇടുന്നവരെ പേടിച്ച് വേണമെങ്കിൽ എനിക്കത് കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർ ഈ പറഞ്ഞതുപോലെ ജീവിതം തകർന്നത് ഞാൻ സമ്മതിക്കാം. പക്ഷെ ഞാൻ എടുത്തത് ഇവരാരെങ്കിലും എന്റെ ഏറ്റവും മോശം സമയത്ത് എന്റെ കൂടെ നിന്നിട്ടുണ്ടോ? ഞാൻ കരഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഡിപ്രഷൻ സ്റ്റേറ്റിൽ കൂടെ ഒരു 2-2.5 വർഷം വളരെ മോശം അവസ്ഥയിൽ ട്രീറ്റ്മെന്റ് എടുത്ത് നിന്നിട്ടുണ്ട്. ആ സമയത്ത് ഇവരാരെങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ പിന്നെ ഞാൻ എന്തിന് എന്റെ ലൈഫിൽ എനിക്കൊരു ബെറ്റർ ലൈഫ് തരുന്ന ഡിസിഷൻസിന് ഞാൻ ഇവരുടെ അഭിപ്രായം എന്തിനു നോക്കണം? പക്ഷെ അങ്ങനെ പേടിച്ച് നിൽക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. അതെ നിസ്സഹായാവസ്ഥയിൽ നിൽക്കുന്ന ഒരുപാട് വെക്കണ്ട, അല്ലാതെ എത്ര പേര്. അതെ, കാരണം ഒന്നെങ്കിലും ചിലപ്പോൾ പേരൻസ് സമ്മതിക്കില്ല, അല്ലെങ്കിൽ ഇത് എന്തോ ഒരു നാണക്കേട്, അല്ലെങ്കിൽ എന്തോ ജീവിതം തീർന്നു എന്നുള്ളൊരു കോൺസെപ്റ്റിൽ നിൽക്കുന്നത് കൊണ്ടാ. ഒന്നുമില്ല, നമ്മുടെ ലൈഫ് പോയാൽ പോയി.
പക്ഷെ ഒരു വ്യക്തി നമുക്ക് നഷ്ടപ്പെടുന്നത് കൊണ്ട് ഒരിക്കലും നമ്മുടെ ജീവിതം നഷ്ടപ്പെടുന്നു എന്നുള്ളതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. ലൈഫ് പോയാൽ തിരിച്ചു കിട്ടൂല, ഒരാൾ പോയാൽ നമുക്ക് വേറെ തിരിച്ചു കിട്ടും. പക്ഷെ എനിക്ക് ഫ്രണ്ട്സ് ഇപ്പൊ ഇല്ലാത്തത് എനിക്കൊരു കുറവായിട്ട് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം എനിക്ക് എന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സ് എന്റെ പേരൻസ്. എനിക്ക് എന്തും പറയാം അവരുടെ. അവര് ലൈക്ക് ഒരു പേരൻസിനെ പോലെ ഒരിക്കലും ഞങ്ങളെ ട്രീറ്റ് ചെയ്തിട്ടില്ല. കല്യാണം കഴിക്കണമെന്ന് ഞാനാ പറഞ്ഞത്. അവരൊരിക്കലും ഒരു 20-22 വയസ്സിൽ നീ കല്യാണം കഴിക്കണം, അങ്ങനെ നടക്കുന്നത്, അഭിനയിച്ച് നടക്കുന്നു അവര് പറഞ്ഞിട്ടില്ല. നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നീ കെട്ടുക, നീ ആരെങ്കിലും കണ്ടുപിടിക്കുന്നെങ്കിൽ കണ്ടുപിടിച്ചോ. ഇതാണ് നമ്മളൊക്കെ വേണ്ടത്. എന്റെ 29ാമത്തെ വയസ്സിലാണ് ഐ മേഡ് എ ഡിസിഷൻ ഐ വാണ്ടഡ് ടു ഗെറ്റ് മാരീഡ്. കാരണം നമ്മൾ കുറെ കഴിയുമ്പോൾ നമുക്കൊരാൾ കൂട്ട് വേണമെന്ന് തോന്നുമല്ലോ, മനുഷ്യ സഹജമായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ 29 ഇയേഴ്സിലാണ് എനിക്കൊരു ബിക്കോസ് ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ് പോയപ്പോ എനിക്ക് ചെറിയൊരു ലോൺലിനെസ് ഉണ്ടായിരുന്നു, മിസ്സിംഗ്. അപ്പൊ ഓക്കെ കല്യാണം കഴിച്ചേക്കാം. അങ്ങനെയാണ് ഞാൻ വീട്ടിൽ പറഞ്ഞിട്ട് കല്യാണം കഴിക്കുന്നത്. അത് വേണ്ട എന്നൊരു ഘട്ടത്തിൽ എനിക്ക് ഡിസിഷൻ എടുക്കേണ്ടി വന്നതാണ്. അപ്പോഴും ഞാൻ തിരിച്ച് വീട്ടിൽ വന്നപ്പോ അവരെന്നോട് ചോദിച്ചിട്ട് പോലുമില്ല എന്താ റീസൺ. ഇല്ല, ഞാനായിട്ടൊരു പോയിന്റിൽ പറഞ്ഞു. നമുക്ക് എനിക്ക് അവരെ ബോധിപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. തീർച്ചയായിട്ടും ഗൗരി പറഞ്ഞിട്ടുണ്ട്. ആ വീട്ടുകാർക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കണം. കാരണം എന്ന് വെച്ചാൽ മകളുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും അത് മനസ്സിലാക്കി കൂടെ നിർത്താമെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. പിന്നീട് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ വീട്ടുകാർക്ക് ടെൻഷൻ വരാൻ തുടങ്ങും. ഈശ്വര, ഞങ്ങളുടെ കാലം കഴിഞ്ഞാൽ ഞങ്ങളുടെ മകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവർക്ക് ആരെങ്കിലും ഒരു തുണ വേണ്ടേ എന്നുള്ളൊരു ടെൻഷൻ വരും. ആ ഒരു സമയത്ത് അതിനൊരു ഉത്തരം കണ്ടുപിടിക്കേണ്ടത് ഗൗരി തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ചിന്തിച്ച് തുടങ്ങും അവർ. അങ്ങനെ ചിന്തിച്ച് തുടങ്ങും. അതിന് മുമ്പ് ഒരു ഉത്തരം കണ്ടുപിടിക്കുന്നത് നല്ലതായിരിക്കും അതിന്. അയ്യോ, മോൾ ഒറ്റയ്ക്ക് എങ്ങനെയായാലും അവർക്ക് വെപ്രാളം ഉണ്ടാവും. ഞാൻ ഇനി സിംഗിളായിട്ടേ പോകുന്നുള്ളെന്ന് പറയുകയാണെങ്കിൽ അവർക്ക് നല്ല വെപ്രാളങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ജസ്റ്റ് ഞാനെന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. കാണുവാണെങ്കിൽ ഒരു ഉപദേശം എന്താ കൂട്ടിക്കും. ലൈഫിൽ ഞാൻ ഒരു പാർട്ട്ണർ അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ മാത്രം ലൈഫ് നിൽക്കും എന്നുള്ള വിചാരത്തിലാണ് ഞാൻ പ്രതീക്ഷിക്കുന്നതും. എനിക്ക് അതാണ് ആഗ്രഹം. പക്ഷെ എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. മറ്റുള്ളവർക്ക് ചിലപ്പം ഒരു വ്യക്തി മാത്രം മതിയാവില്ല എന്നുള്ളതും ഗൗരി പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. സോ മറ്റു വ്യക്തികൾക്ക് അതാണ് വേണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങ് പിന്മാറുകയാണ്. അതല്ലേ ഏറ്റവും ബെസ്റ്റ് വേ. അപ്പം ഈ ഒരു ടോക്കിൽ കൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് സംഭവം എന്നുള്ള രീതിയിലാണ്. ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന വ്യക്തിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അറിയാം. പണ്ട് പുള്ളിക്കാർ ചോദിക്കുന്നത് നമുക്ക് ആർക്കും അക്സെപ്റ്റ് പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ചോദ്യങ്ങളായിരുന്നു ചോദിച്ചുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്തത്. ഇപ്പോൾ പുള്ളി ഓരോ കഥകൾ അറിഞ്ഞിട്ടാണ് പറയാതെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഗൗരിക്ക് പറയാതെ കുറച്ച് കാര്യങ്ങൾ ഗൗരിയും പറയുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കൊള്ളാം, നമ്മളെത്ര മണ്ടന്മാരാന്ന് കരുതിയോ. ഇപ്പൊ ഞാൻ പറഞ്ഞാല് അദ്ദേഹം വളരെ നല്ലൊരു മനുഷ്യനാണ്, അതൊന്നും എനിക്ക് യാതൊരു ഇതുമില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ഇഷ്ടങ്ങൾ വേറെയാണ്. എന്നെ ഇങ്ങനെ ഇഷ്ടപ്പെടണമെന്ന് എനിക്ക് വാശി പിടിക്കാൻ പറ്റുമോ? ഇല്ല. അദ്ദേഹത്തിൻ്റെതായ ശരികളുണ്ട്, താല്പര്യങ്ങളുണ്ട്. മനുഷ്യനാണ്, താല്പര്യങ്ങൾ മാറും, ഇഷ്ടങ്ങൾ മാറും. അത് നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾ മാറിക്കൊടുക്കാം. ഇഷ്ടങ്ങൾ മാറും, അത് തന്നെ മനസ്സിലായി. ഞാൻ ഫൈറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴെല്ലാം വീണ്ടും വീണ്ടും വഷളാവണം. അതൊന്നും വേണ്ട. ആ ഒരു ബന്ധം നശിപ്പിച്ച് അങ്ങനെ എനിക്ക് താല്പര്യമില്ല. ഞാനെന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയാ, എനിക്കൊരു ഫാമിലി വേണം എന്ന അതിയായ ഒരു ആഗ്രഹത്തോടുകൂടിയാണ് ഞാൻ കല്യാണം കഴിച്ചത്. ബിക്കോസ് ആരും എന്നെ ഫോഴ്സ്ഫുള്ളി കല്യാണം കഴിപ്പിച്ചതല്ല. ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടതാണ് പേരൻസിന് ദാറ്റ് ഐ എം ഗോയിങ് ടു ഗെറ്റ് മാരീഡ്. ഇങ്ങനെ ഞാൻ പറഞ്ഞത്, അല്ലാതെ ഞാൻ അവർക്ക് പെർമിഷൻ ചോദിക്കുക പോലും ഇല്ല. അപ്പൊ അങ്ങനെ ഒരു കാര്യത്തിൽ എനിക്കൊരു ഫാമിലി ബിൽഡ് ചെയ്യണം, എനിക്കെല്ലാം ഒന്നിച്ച് ചെയ്യണം. കുറച്ച് സമയം എനിക്ക് ഒന്നിച്ച് വേണം. മേ ബി ഞാൻ ഇങ്ങനെ ഭയങ്കര ഒരു ഔട്ടിങ്ങിന് പോയ ഫ്രണ്ട്സിന്റെ കൂടെ പോകുന്ന ഒരാളല്ലാത്തത് കൊണ്ടായിരിക്കാം എനിക്ക് ആ ഫാമിലി ടൈം വേണം. എനിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ അതെനിക്ക് കിട്ടുന്നില്ല. നമ്മൾ ഒന്ന് എന്നുള്ള ഒരു ഇതില്ല, കിട്ടിയില്ല. ഇല്ല, അതില്ല. അത് മീൻസ് അത് അദ്ദേഹത്തിന്റെ തെറ്റല്ല ഒരിക്കലും. ഓരോ വ്യക്തിയും ഓരോ രീതിയല്ലേ. അപ്പൊ നമ്മൾ ഇങ്ങനെ ആഗ്രഹിച്ചു എന്ന് വെച്ചിട്ട് ഞാൻ എങ്ങനെ അദ്ദേഹത്തിന് കുറ്റം പറയുന്നത്? അദ്ദേഹത്തിനെല്ലാം ഒറ്റയ്ക്ക് ചെയ്യാനൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ്. പക്ഷെ എനിക്ക് നേരെ തിരിച്ചു. ഈവൻ ഷോപ്പിങ്ങിന് പോകുന്നത് പോലും എനിക്ക് നമ്മൾ ഒരുമിച്ചാണ് വേണ്ട. ഒരു മന്ത്ലി ഒരു 2-3 ഡേയ്സ് എനിക്ക് ഒന്നിച്ചൊന്ന് കിട്ടിയാൽ ഐം ഹാപ്പി. പക്ഷെ അതുപോലും നമുക്ക് കിട്ടാതെ ദർ ഇസ് നോ പോയിന്റ് ഇൻ കണ്ടിന്യൂയിങ് ദാറ്റ് റിലേഷൻഷിപ്പ്. എക്സാക്ട്ലി. വെറുതെ ഒരു മാരീഡ് എന്നുള്ള ഒരു സ്റ്റേറ്റസ് നമുക്ക് ആവശ്യമില്ലല്ലോ. എനിക്കത് വേണ്ട, എനിക്കത് വേണം. സ്റ്റേറ്റസ് ലേബൽ എനിക്ക് ആവശ്യമില്ല. മനസ്സിലായി. ഞാൻ മറ്റേ വീഡിയോ ഒന്നും കൂടെ ഒന്ന് വെച്ചുതരാം. ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് വെച്ചുതരാം, നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കി. ഞാൻ പറയുന്നത് വീഡിയോസിൽ മനോജേട്ടനെ കാണുന്നില്ല. മനോജേട്ടനൊരു ഡയറക്ടറാണ്. 16 to 17 days he's completely going for shoot. രാവിലെ 6:30 പോയാൽ 11:30 വരുന്നത്. ആ സമയത്ത് ചിലപ്പോൾ ഞാൻ ഉറങ്ങിപ്പോകും. പിന്നെ കാണുന്നത് ഒരു 3-4 days ആണ് പുള്ളിയെ നമുക്ക് കിട്ടുന്നത്. ആ 3-4 days എനിക്ക് വ്ലോഗ് എടുത്തോണ്ടിരിക്കുക, ഞങ്ങൾ ലൈഫ് എൻജോയ് ചെയ്യും. ഇതൊക്കെയാണ് ഇതിന്റെ ബേസിക് ആയിട്ട്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഈ കുറച്ച് ഓക്കെ ഞാനത് ഒന്നും കൂടെ വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ എന്തായാലും ഇപ്പം ഡിവോഴ്സായി, പുതിയൊരു ജീവിതം കണ്ടെത്താൻ നോക്കുക, ഹാപ്പി ആയിട്ട് പോവുക. പിന്നെ ഇപ്പോഴും എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ചോദ്യചിഹ്നം മാത്രം. അച്ഛനും അമ്മയും ഒരു നാൾ ചോദിക്കും നീ ഇങ്ങനെ പോവോ, അതിനുള്ള ഉത്തരം കണ്ടുപിടിക്കുക. എന്തായാലും ബോൾഡായിട്ട് തന്നെ പോവുക, ഇതുപോലെ തന്നെ പോവുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ
എനിക്ക് എപ്പോഴും പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ഗേൾസ് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. ഓക്കെ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്ബൊക്കെ ചെയ്യാം. ബൈ, ലവ് യു ഓൾ ഗൈസ്.